എനിക്ക് മനസ്സിലാവാത്തത് ഒരു സ്ത്രീക്ക് എങ്ങനെയൊക്കെ ആവാൻ എങ്ങനെ കഴിയുന്നു എന്നാ. ഒന്നുമല്ലെങ്കിലും അവരുടെ കഴുത്തിൽ താലി കെട്ടി 12 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച മനുഷ്യനല്ലേ. അവര് പ്രസവിച്ച 2 മക്കളുടെ അച്ഛനല്ലേ. പിന്നീട് അയാളുടെ സാഹചര്യം കൊണ്ട് അയാൾക്ക് കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ ഒരിക്കലും അയാള് അവരെ ദ്രോഹിക്കാനായിട്ട് വന്നിട്ടില്ലല്ലോ. സ്വന്തമായി മറ്റൊരു ജീവിതവും തുടങ്ങിയിട്ടില്ല. പിന്നെ തിരിച്ചു വരാൻ പറ്റിയപ്പോ സ്വന്തം കുടുംബത്തെ അന്വേഷിച്ച് തന്നെ അയാൾ വന്നതും. അങ്ങനെ ഒരാളെ എങ്ങനെയാച്ചാ തള്ളി പറയാനും ദ്രോഹിക്കാനൊക്കെ തോന്നുന്നത്? ഇവരൊരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? മോളെ, അപൂർവം ചില മനുഷ്യരിങ്ങനെയുണ്ട്. അവരുടെ മനസ്സിൽ സ്നേഹമെന്നുള്ളൊരു വികാരമേ ഉണ്ടാവില്ല. സ്വാർത്ഥത മാത്രമായിരിക്കും അവരെ ഭരിക്കുന്ന ഏക വികാരം. എന്നാൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് ഭാവവും പുറത്തെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാവും. അപ്പോ സ്വന്തം ഭർത്താവിനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു സ്വാർത്ഥത എന്താച്ചാ അവർക്കില്ലാത്തത്? അത് മാത്രം എന്താ അവരൊരു നേട്ടമായിട്ട് കാണാത്തത്? നേട്ടമായി കാണുമായിരുന്നു. ശേഖരനെ സുശീല 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തേനെ. പക്ഷെ 18 വർഷത്തിന് ശേഷം ശേഖരൻ തിരിച്ചു വന്നത് ഒരു കോടീശ്വരനായിട്ടായിരുന്നു. പക്ഷേ അയാൾ വന്നത് ദരിദ്രനും രോഗിയുമായിട്ടാണ്. അപ്പോ മനസ്സിൽ സ്നേഹത്തിന്റെ അംശം പോലും ഇല്ലാത്തവൾ എന്താണ് ചിന്തിക്കുക? അയാൾ ഒരു ബാധ്യതയാവാതെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം. അതാണ് ശേഖരന്റെ കാര്യത്തിൽ സുശീല ഇപ്പൊ കാണിക്കുന്ന സ്വാർത്ഥത. മനസ്സിലായച്ചാ, ഇപ്പൊ അവരെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം എനിക്ക് കിട്ടുന്നുണ്ട്. അല്ല, അപ്പോ ഒരിക്കൽ പോലും അവരിൽ നിന്നൊരൽപ്പം ദയോ അനുകമ്പയോ ഒന്നും ആ മനുഷ്യൻ ഇനി പ്രതീക്ഷിക്കണ്ടല്ലേ? പ്രതീക്ഷിക്കാം മോളെ. അന്നൊരിക്കൽ ശേഖരന്റെ ലോട്ടറിക്ക് 1 ലക്ഷം രൂപ സമ്മാനം അടിച്ചതുപോലെ നാളെ ഒരിക്കൽ 10-25 കോടിയുടെ ബമ്പർ സമ്മാനം ശേഖരൻ അടിക്കുകയാണെങ്കിൽ അല്ലാതെ സുശീലയുടെ മനസ്സ് മാറുമെന്നോ മാറ്റിയെടുക്കാമെന്നോ ആരും വിചാരിക്കേ വേണ്ട. അതിനൊട്ട് ശ്രമിക്കുകയും വേണ്ട.